ഹലോ കൂട്ടുകാരെ, ശ്രുതിയുടെ ചന്ദ്രോദയത്തിലുള്ള ജീവിതത്തിന് പര്യവസാനമായി. ശ്രുതിയുടെ എല്ലാവിധ കള്ളത്തരങ്ങളും പുറത്തു വന്നു. ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിച്ച ബീരാനിക്ക എന്ന ജയരാജ് എല്ലാ സത്യങ്ങളും രവീന്ദ്രനോടും ചന്ദ്രമതിയോടും വീട്ടുകാരോടും എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു. ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തായിരിക്കുകയാണ്. ഭയങ്കര രസമായിട്ടുള്ള ശ്രുതിനെ ഇന്ന് ചന്ദ്രമതി തലങ്ങും വിലങ്ങും ചടവും പടവും പറഞ്ഞ അടിക്കണം. നല്ലൊരു അടിപൊളിയായിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പന്നിപ്പൂവ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പന്നിപ്പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നലെ വീരാനിക്കാനെ ഓൾറെഡി സച്ചി രേവതി കൂടി കൊണ്ടുവന്നിട്ട് വീരാനിക്ക എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. പറയണതിന്റെ ഷോക്കിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഇന്നലത്തെ ക്ലൈമാക്സ് വന്നിരിക്കുന്നത്. ശ്രുതി അതിൽ നിന്നൊക്കെ ബീരാനിക്കാനെ രക്ഷിക്കാനും ശ്രുതിക്ക് രക്ഷപ്പെടാനും വേണ്ടി കുറെ പറയേണ്ട, മീരയുടെ വീട്ടിൽ പോവാം, അവിടെ പോവാം, ഇവിടെ പോവാന്നൊക്കെ പറയണ്ടേ. പക്ഷെ അതൊന്നും സമ്മതിക്കാതെ സച്ചി രേവതിയും കൂടിയിട്ട് എല്ലാവിധ സത്യങ്ങളും ബീരാനെ കൊണ്ട് തന്നെ പുറത്ത് പറയിപ്പിക്കുകയാണ്. അങ്ങനെ ബീരാൻ പറയാണ്, ശ്രുതിനെ എനിക്കറിയില്ല, ശ്രുതിയുടെ ഇളയച്ചനല്ല ഞാൻ, ശ്രുതിയുടെ അച്ഛൻ, അമ്മ, കുടുംബം ഒന്നും എനിക്കറിയില്ല. ശ്രുതി പറഞ്ഞിട്ട് ഞാൻ അഭിനയിച്ചതാണ്. ഞാനൊരു സിനിമയിലും നാടകത്തിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ശ്രുതി എന്നെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി എന്നെ അഭിനയിപ്പിക്കും എന്നുള്ള ആ മോഹം കൊണ്ട് ഞാൻ ഒരു വേഷമായിട്ട് അഭിനയിച്ചതാണ്. പക്ഷെ അതെനിക്ക് ഇത്രയും വലിയ പാരയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് ബീരാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. അത് പറയണോട് കൂടിയിട്ട് ചന്ദ്രോദയത്തിൽ ഒരു വലിയ ബോംബാണ് പൊട്ടിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ബീരാനൊക്കെ നടന്ന കാര്യങ്ങൾ മുഴുവൻ രവീന്ദ്രനോട് പറയാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാനൊരു സാധാരണ ഒരു ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരു കുടുംബസ്ഥനാണ്. എനിക്കൊരു ഇറച്ചിക്കടയുണ്ട്. അവിടെയാണ് മീരയും ശ്രുതിയും കൂടി ഒരു ദിവസം എന്നെ കാണാൻ വന്ന്. ശ്രുതി ഇങ്ങനെ പറഞ്ഞു, ഇളയച്ചനായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞു, ഒരു സിനിമയിൽ നല്ലൊരു ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞു. അഭിനയിക്കാനുള്ള വ്യാമോഹം കൊണ്ട് ഞാൻ ആ റോള് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ റോള് ഏറ്റെടുത്തു. പക്ഷെ പിന്നീട് അതൊരു കുടുക്കാമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളറിയാത്ത എന്തൊക്കെയോ കുറേ രഹസ്യങ്ങൾ ശ്രുതിക്കുണ്ട്, ശ്രുതിക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്നൊക്കെ പറയാണ് ബീരാൻ എന്ന ജയരാജ് രവീന്ദ്രനോട്. ഇതൊക്കെ കേട്ടിട്ട് ആകെ കരഞ്ഞു നിൽക്കുകയാണ് ശ്രുതി. ഇതെല്ലാം കേട്ടിട്ട് ഞെട്ടിപ്പകച്ച് നിൽക്കുകയാണ് ശ്രുതിയുടെ ഹസ്ബൻഡായ സുധിയും ചന്ദ്രമതിയും. ഇപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന്. വലിയൊരു ക്രൂരതയാണ് ഞാനൊരു കുടുംബത്തിനോട് ചെയ്തത്. പക്ഷെ ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്, വേറെ ആർക്കും വേണ്ടിയിട്ടില്ല. ഞാൻ അതിന് ഇവളുടെ അടുത്ത് നിന്ന് പൈസ ഒന്നും മേടിച്ചിട്ടില്ല. ഇവളെ എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ഒരു കൊതി കൊണ്ടാണ് ഞാൻ നിന്നത്. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം പറയാണ് ബീരാൻ. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞ് ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറയണം, ശ്രുതി, ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാലവും നുണകൾ പറഞ്ഞ് നടക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, എല്ലാം തുറന്ന് പറയേ, എന്താ സംഭവങ്ങൾ വെച്ചാൽ എല്ലാം തുറന്ന് പറയുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ അത് കേട്ടില്ലല്ലോ. ഇനി എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ശ്രുതി, ശ്രുതി എന്നെ കൊണ്ട് ഇത്ര മാത്രമേ പറ്റുള്ളൂ. ഇനി നിന്റെ കാര്യം എന്താച്ചാ നീ വരുമ്പോലെ അനുഭവിക്കുക, നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് വരുന്ന പരിണിതഫലം നീ എന്താച്ചാ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ബീരാൻ പറയാണ്. അങ്ങനെ ബീരാനിക്ക എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ബീരാനിക്ക അവിടെ നിന്ന് ഇറങ്ങിപ്പോയ നിമിഷത്തിലാണ് രവീന്ദ്രന്റെ മറ്റുള്ളൊരു മുഖം നമ്മൾ കാണുന്നത്. ശ്രുതിനെ ഇട്ടിട്ട് കൊടയാണ് രവീന്ദ്രൻ പറയണം, നീ ഇത്രയും കാലം ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ, നിന്റെ മോളെ എന്നല്ലാതെ ഞാൻ ഒരു വാക്ക് പോലും വിളിച്ചിട്ടില്ല, നീ എന്തൊക്കെ നുണകൾ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു, നിന്റെ അച്ഛൻ മലേഷ്യയിലാണ്, മലേഷ്യക്കാരനാണ് അച്ഛൻ, നീ എന്തൊക്കെ കള്ളങ്ങളാണ് നീ ഞങ്ങളോട് പറഞ്ഞു കൂട്ടിയത്. അപ്പം ഞങ്ങളൊക്കെ വിഡ്ഢികളോ, ഞങ്ങളൊക്കെ നിന്റെ മുമ്പിൽ വെറും വിഡ്ഢികളായില്ലേ, നീ എന്താ ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കായിരുന്നു, നീ ഞങ്ങളെ പറ്റി ഒന്നും ഓർക്കണ്ട, നിന്റെ ഭർത്താവിനെ പറ്റി നീ ഓർത്തോ, നീ അന്ന് നീലിമയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ട് നീ നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പൈസയാന്ന് പറഞ്ഞിട്ടാണ് നീ നീയും കൂടി ആ കട ഏറ്റെടുത്ത് നടത്തിയത് അല്ലേ. നീ അപ്പോഴും നിങ്ങളൊത്തു നിന്നിട്ട് നീ എന്തോരം കള്ളത്തരാണ് നീ ശ്രുതിയോട് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൂടെ നിന്നത്. ഇല്ലേ, നിന്നെ ഞങ്ങൾ എന്ത് വിശ്വസിക്കും, നിന്നെ എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറപ്പാവാ, നിന്നെ എനിക്കിപ്പോൾ മോളേന്ന് പോലും വിളിക്കാൻ തോന്നില്ല. നിന്നെയൊക്കെ എന്തിനാടി ഞങ്ങൾ സ്നേഹിച്ചേക്കണേ. ശ്രുതി നീയും അമ്മയും കൂടി ചേർന്നിട്ട് എത്ര ഒരു കാശുമില്ല പറഞ്ഞതിൻ്റെ പേര് രേവതീനെ എത്ര തവണ ചന്ദ്രമതി അപമാനിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലെ രേവതീനെ അപമാനിക്കാതെ ഇരുന്നിട്ടില്ല. പക്ഷെ അതെല്ലാം കേട്ട് നീ അവരുടെ ഒപ്പം രസിച്ചില്ലേ. അവളുടെ അത്ര യോഗ്യത പോലെ നിനക്കിപ്പോൾ ഉണ്ടോ? ഇല്ലല്ലോ. നീ എത്ര കള്ളങ്ങളാണ് നീ ഇവിടെ അഭിനയിച്ചു നിന്നത്. ഇതിനൊക്കെ നീ എവിടെ പോയാലും നിനക്ക് പാപത്തിൽ നിന്നൊക്കെ മോക്ഷം കിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ വളരെയധികം ഷൗട്ട് ചെയ്യാണ് ശ്രുതിയോട്. ശ്രുതിയാണെങ്കിൽ, അങ്കിളെ നീ ഇത്രയും കാലം ഞങ്ങളെ പറ്റിക്കല്ലേ ഉണ്ടായിരുന്നു, അല്ല അങ്കിളെ ഞാൻ മിണ്ടരുത്, ഇനി നിനക്ക് മിണ്ടാൻ യാതൊരുവിധ ചോയ്സും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി വന്നിട്ട് പറയാണ്, അച്ഛാ ഈ കഥകളൊക്കെ ഞങ്ങൾക്ക് മുന്നേ സംശയമായിരുന്നു, ഇവളുടെ മലേഷ്യക്കാരി അല്ലാന്നും ഇവളുടെ അച്ഛൻ മലേഷ്യയിലല്ലെന്നും ഒക്കെ കെട്ടുകഥയാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മലേഷ്യയിൽ നിന്നാന്ന് പറഞ്ഞിട്ട് 2 ദമ്പതികളെ ഇവിടെ കൊണ്ടുവന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ ഇവളുടെ കള്ളങ്ങളൊക്കെ പുറത്താവുമെന്ന് വിചാരിച്ചിട്ട് ഇവളെ അപ്പം തന്നെ പല്ലുവേദനയാന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ പോയില്ലേ. അപ്പോൾ രേവതി പറയാം, അതെ അച്ഛാ,
അച്ഛാ ആ ക്ലിനിക്കിൽ പോയത് ഇവളുടെ കള്ളത്തരായിരുന്നു. ഇവൾക്ക് ഒരു പല്ലുവേദന ഉണ്ടായിരുന്നില്ല. വർഷം അത് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് ഇവളുടെ ഒരു പല്ല് വെറുതെ എടുത്ത് കളഞ്ഞത്. ഇവള് പഠിച്ച കളിയാണ് അച്ഛാ. നീ 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 എന്തോരം നുണകൾ പറഞ്ഞിട്ട് നീ ഒരു കുടുംബത്തിനെ മുഴുവൻ പറ്റിച്ചത്. ശ്രുതി, നീ വേറെ ഒന്നും ആലോചിക്കണ്ട. നീ നീലിമയുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ച് നീ കട തുടങ്ങി. ഓക്കെ, അത് നീ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ചെയ്തെന്നുള്ളത് നീ പറഞ്ഞു ഇല്ലേ? ഇപ്പം നീ പറഞ്ഞ കള്ളങ്ങൾ മുഴുവൻ നീ നിന്റെ ഭർത്താവും കൂടി അറിഞ്ഞിട്ടാണോ? നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണോ നീ ചെയ്തേക്കണത്? അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ ശ്രുതി എന്ന് ചോദിക്കാണ് രേവതിയുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുമ്പിൽ ആകെ നടുങ്ങി പകച്ച് നിൽക്കുകയാണ് ശ്രുതി. ശ്രുതിക്ക് എന്താ പറയേണ്ടെന്നൊരു പിടുത്തല്ല, കരഞ്ഞു നിൽക്കണം. ഇതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കായിട്ടാണ് ശ്രുതി നിൽക്കുന്നത്. രവീന്ദ്രൻ വീണ്ടും ശ്രുതിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി വന്നിട്ട് പറയണ്ട, അച്ഛാ ഇതൊക്കെ കള്ളത്തരങ്ങളായിരുന്നു, എന്തോരം കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളെ ഇവർ പറ്റിച്ചത് എന്നൊക്കെ പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയും, നിൻ്റെ അമ്മ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന മരുമോളല്ലേ, ആ പാവത്തിനും കൂടി ഇവളെ എന്തൊക്കെ നുണകൾ പറഞ്ഞിട്ടാണ് പറ്റിച്ചേക്കണമെന്ന് ആർക്കറിയാം. അല്ല, ഇനി എനിക്കൊരു സംശയം കൂടി ഉണ്ട് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഓടിപ്പോയി സുധീനെ വിളിച്ചു കൊടുന്ന് സുധിയുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് അവനെ അടിക്കണം എന്ന് ചോദിക്കും. നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ കള്ളത്തരങ്ങളെല്ലാം? നിനക്കും അറിയായിരുന്നോ ഇതെല്ലാം? നിങ്ങൾ രണ്ടുപേരും കൂടി ഒത്തിട്ടാണോ ഇതെല്ലാം ഉണ്ടായതെന്ന് ചോദിച്ചിട്ട് സുധീനെ അടിക്കുകയാണ്. അടിച്ചിട്ട് സോഫയിലേക്ക് ഇടുമ്പോൾ സുധി പറയണ, സത്യമായിട്ട് അച്ഛാ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയാതെ ഞാൻ ആകെ അന്തം വിട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ വക കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അച്ഛാ. ഇതൊന്നും എൻ്റെ മനസ്സോട് കൂടിയിട്ടല്ല ശ്രുതി ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ആലോചിക്കുകയാണ് അച്ഛാ, ഇത്രയും എന്നെ വഞ്ചിച്ച ഒരാളുടെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചത്. ഇവളെന്നെ ഇത്രയും വഞ്ചിച്ചില്ലേ? ഇത്രയും വഞ്ചിതയായിട്ടുള്ളൊരു ഭാര്യയാണല്ലോ എനിക്ക് കിട്ടിയത് അച്ഛാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇരുന്ന് ഉറക്കെ കരയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സഹി കെട്ടിയിരിക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ സച്ചി ചെന്നിട്ട് ചന്ദ്രമതിയോട് ചോദിക്കും, അല്ല വായലിൻ്റെ പഴം തിരികെ വെച്ചിരിക്കുകയാണോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ 100 നാക്കായിട്ട് വരുന്നതാണല്ലോ, ഇപ്പോൾ ഒന്നും പറയാനില്ലേ? ഇതൊക്കെ കേട്ടിട്ടെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി അവിടെ നിന്ന് നിർത്തടാ പറഞ്ഞിട്ട് ചാടി നീട്ടിട്ട് ചന്ദ്രമതി വന്നിട്ട് പറയണം ശ്രുതിയോട്, സത്യം പറ, നീ ഇതൊക്കെ നുണ പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ ഒരു പെണ്ണാണെങ്കിൽ ഒരിക്കലും ഇത്തരം കള്ളങ്ങൾ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞോ, നിന്റെ ഉദ്ദേശം എന്താ? നിനക്ക് ഈ കുടുംബം തകർക്കാണോ നിന്റെ ലക്ഷ്യം? നീ മലേഷ്യക്കാരിയാണെന്ന് പറഞ്ഞ, മലേഷ്യക്കാരൻ്റെ മോളാണെന്ന് പറഞ്ഞ നീ ആദ്യം എൻ്റെ സ്നേഹം പിടിച്ചു പറ്റി. അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ മോൻ്റെ സ്നേഹം പിടിച്ചു പറ്റി. നീ കുടുംബത്തിൽ കയറി കളിച്ചു. സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? എനിക്കതറിയണം. എന്തിനാടി നീ ഇവിടെ വന്ന ചോദിച്ചിട്ട് ചന്ദ്രമതി തലങ്ങും വിലങ്ങും ശ്രുതിനെ തല്ലാണ്. നീ കേട്ടില്ലേടി രേവതിയുടെ ഞാൻ കളിയാക്കിയതിനെ പറ്റിയിട്ടും അപമാനിച്ചതിനെ പറ്റി ഇവരൊക്കെ പറയണത്? നിന്നെ ഞാൻ എൻ്റെ മരുമക്കളിലെ ഏറ്റവും നല്ല മരുമകളായിട്ടല്ലടി നിന്നെ ഞാൻ സ്നേഹിച്ചത്. നിന്നെയല്ലടി ഞാൻ എൻ്റെ തലയിൽ കൊണ്ട് നടന്നത്. ആ എൻ്റെ തലയിലല്ലടി നീ ഇപ്പോൾ ചവിട്ടിയത്. ഇപ്പോൾ ഇവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ ദൈവമേ, ഞാൻ എന്തൊരു വലിയ പാപമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിട്ട് ഇവളെ തലങ്ങും വിലങ്ങും ശ്രുതിനെ അടിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഒരാളും തടയാനും പിടിക്കാനും ഒന്നും മുന്നിൽ ശ്രുതി അടി കൊണ്ടിട്ട് ഇങ്ങനെ ബ്രാവാണ്. ശ്രുതിയോട് പറയാണ് ചന്ദ്രമതി, മതി, നിർത്തിക്കോ. ഇന്നത്തോടുകൂടി നിന്റെ എല്ലാവിധ ലീലാവലാസം ഇവിടുത്തെ നിർത്തണം. നീ ഈ നിമിഷം ഇറങ്ങണേ വീടിന്റെ പടി, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിനെ പിടിച്ച് വലിച്ചയച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ശ്രുതി പറയണ്ട, ആൻറ്റി ഞാനൊന്ന് പറയണത് കേൾക്കാം ആൻറ്റി, എനിക്ക് പറയാനൊരവസരം താ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. എന്നൊന്ന് അറിയാം ആൻറ്റി, എനിക്ക് പറയാനൊരവസരം കാട്ടെ, ഞാൻ പറയണതൊന്ന് കേൾക്കാം ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ, ഞാൻ കാല് പിടിക്കാം ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രമതിയുടെ മനസ്സല്ല. ചന്ദ്രമതി, ഇനി നീ ഒരു അക്ഷരം ഇവിടെ പറയണ്ട, നീ ഒന്നും പറയേണ്ട ആവശ്യമേ വരുന്നില്ല, ഇറങ്ങിക്കോണം ഈ നിമിഷം, എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഓടി വന്നിട്ട് പറഞ്ഞ, രേവതി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേന്ന് പറ രേവതി, പ്ലീസ് രേവതി, നീ ഒന്ന് സംസാരിക്കുക രേവതി എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറയണം, ഇപ്പം നിനക്ക് രേവതിയുടെ സഹായം വേണമല്ലേ? നീ എന്തൊക്കെ അവളെ പറഞ്ഞ് അപമാനിച്ചേക്കണോ? നീ എന്തിനൊക്കെ അവളോട് തല്ലുകൂടിയേക്കണോ? നീ എന്തിനൊക്കെ അവളെ ദ്രോഹിക്കാൻ നോക്കിയേക്കണോ? ഇപ്പം നിനക്ക് രേവതിയുടെ സഹായം ചോദിക്കാൻ നിനക്ക് നാണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രവീന്ദ്രൻ ശ്രുതിനെ വഴക്ക് പറയാണ്. അപ്പൊ ശ്രുതി ഓടി വന്നിട്ട് ശ്രുതിയോട് പറയണ, ശ്രുതി എനിക്ക് ഇവിടുന്ന് പോകണ്ട ശ്രുതി, എന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല ശ്രുതി, എനിക്ക് ശ്രുതി ഇല്ലാണ്ട് പറ്റില്ല ശ്രുതി, എനിക്ക് ശ്രുതിനെ അത്ര ഇഷ്ടമാണ് ശ്രുതി എന്നൊക്കെ പറയാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ് ശ്രുതിനെ എനിക്ക് ശ്രുതി എന്നെ പറഞ്ഞു വിടല്ലേ ശ്രുതി പറഞ്ഞിട്ട് ശ്രുതിയുടെ കാല് പിടിച്ച് കരയാണ് ശ്രുതി. പക്ഷെ ശ്രുതി ഒന്നും മിണ്ടാതെ, ഒരു അക്ഷരം മിണ്ടാതെ, ശരിക്കും ഒരു ശവം കണക്കെയാണ് ശ്രുതി നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രമതി കൊണ്ട് പറയും, നീ ഇനി ഒന്നും പറയണ്ട, അവൻ ഒന്നും പറയില്ല, അവനെ നിന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിനെ വലിച്ചഴച്ച് പുറത്തേക്ക് തള്ളാണ്. പുറത്തേക്ക് തള്ളിയിട്ട് ചന്ദ്രമതിയുടെ ആ ഒരു ശ്രുതിനെ വലിച്ചയച്ച് പുറത്തേക്ക് തള്ളി പുറത്ത് വീണ ശ്രുതി അവിടെ പിടിച്ച് നിൽക്കണ ആ സമയത്താണ് കൂട്ടുകാർ ഇന്നത്തെ ചെമ്പനീർപ്പൂവിന്റെ ക്ലൈമാക്സ് വരുന്ന. ശ്രുതിയുടെ ചന്ദ്രോദയത്തെ ജീവിതം അവസാനിച്ചു. ശ്രുതി എന്തായാലും ചന്ദ്രോദയത്തിൽ നിന്ന് പുറത്താവും എന്നുള്ള ആ ഒരു ഘട്ടത്തിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിന്റെ കഥ വരുന്നത്, എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.